ഉല്ലാസ് ബാബു, പ്രധാനപ്പെട്ട കാര്യം സുരേഷ് ഗോപി ആദ്യം നടനായിരുന്നു, പിന്നീട് BJP നേതാവായി. ഇപ്പോൾ പിന്നീട് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോഴേക്കും ഒരു വളരെയധികം ചാരിറ്റി ചെയ്യുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള രീതിയിലുള്ള പ്രതീതി സൃഷ്ടിക്കാനും ശ്രമിച്ചു. അതാണ് പൊളിഞ്ഞിരിക്കുന്നത്. പൊളിഞ്ഞിട്ടില്ല നികേഷ്. സുരേഷ് ഗോപി അന്നും ഇന്നും എന്നും നല്ല കലാകാരനുമാണ്, നല്ല മനുഷ്യസ്നേഹിയുമാണ്, നല്ല കാഴ്ചപ്പാടും ദീർഘവീക്ഷണമുള്ള രാഷ്ട്രീയക്കാരനുമാണ്, ഒരു സംശയവും വേണ്ട. പിന്നെ ഈ പ്രേംകുമാർ ഉണ്ടല്ലോ, ലോകം നുണയനാണ്. തൃശ്ശൂർ ഭാഷയിൽ പറയുകയാണെങ്കിൽ ആ ഗഡി തനി നുണയന. കാരണം എന്താണെന്ന് അറിയാമോ, എൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് സുരേന്ദ്രൻ ശബരിമലയ്ക്ക് പോയത്. അപ്പോൾ പറയണ റൈസ് ആൻഡ് ഫിൽസിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോയെന്ന്. തലേ ദിവസം എൻ്റെ സ്വന്തം വീട്ടിൽ എൻ്റെ അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചതിന് ശേഷം സുരേന്ദ്രൻ മലയ്ക്ക് പോയ ഇങ്ങനെ വെടി കലക്കാനായിട്ട് നാണാവില്ല എൻ്റെ പ്രേംകുമാർ. നിങ്ങൾ പറഞ്ഞില്ലേ തൃശ്ശൂർ ഗഡികളുടെ അടുത്തേക്ക് ഇറങ്ങിയിരിക്കുന്നുവെന്ന്. നിങ്ങളുടെ CPM-ൻ്റെയും ഞാൻ പ്രേംകുമാർ പറഞ്ഞപ്പോൾ സംസാരിച്ചില്ലല്ലോ. നിങ്ങളുടെ CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും ആളുകൾ ഇനി എത്രയൊക്കെ സുരേഷ് ഗോപിയുടെ വ്യക്തിഹത്യ ചെയ്യാൻ ഇറങ്ങി തിരിച്ചാലും സംശയമില്ല, എഴുതി വെച്ചോ, ജൂൺ 4-ാം തീയതി ഈ ചർച്ചയിൽ ഞാൻ വന്നിരിക്കാം സുരേഷ് ഗോപിയുടെ വിജയം ആഘോഷിക്കാനായിട്ട്. 2, ലൂർദ് പള്ളിയെ അനാവശ്യമായി വിവാദത്തിലേക്ക് വലിച്ചഴിച്ച് ശ്രീ അനിലക്കര നടത്തുന്ന ഈ മതരാഷ്ട്രീയമുണ്ടല്ലോ, അത് വ്യക്തമായി തൃശ്ശൂരിലെ വിശ്വാസികൾ തന്നെ കൊടുക്കും. മതേതരത്വത്തിൻ്റെ ഏറ്റവും മൂല്യമുള്ള സ്ഥലമാണ് ലൂർദ് പള്ളി. അത് ഇവരെക്കാളൊക്കെ ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാനെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, സുരേഷ് ഗോപി ഒരു വഴിപാട് കൊടുക്കണമെങ്കിൽ സുരേഷ് ഗോപിയുടെ അർപ്പണവും സമർപ്പണവും മാതാവിനോടാണെന്ന്, അനിലക്കരോടാണോ, കുഞ്ഞിക്കണ്ണനോടാണോ, ഈ നുണ പറയുന്ന പ്രേംകുമാറിനോടാണോ? നിങ്ങളോടൊക്കെ എന്തിനാണ് ഞങ്ങൾ അതിന്റെ കാര്യം പറയേണ്ടത്? സുരേഷ് ഗോപി അതിന്റെ കാര്യം പറയേണ്ടത്? അദ്ദേഹത്തിന്റെ അർപ്പണം എന്ന് പറയപ്പെടുന്നത് ആ വിശ്വാസത്തിന്റെ ഭാഗമായി ദൈവത്തിനോടാണ്. ഇപ്പൊ അച്ഛൻ മരിച്ചാൽ എത്ര ദിവസം കഴിഞ്ഞാൽ പോകണം, അമ്മ മരിച്ചാൽ എത്ര ദിവസം കഴിഞ്ഞാൽ പോകണം? നാണമാവില്ല പ്രേംകുമാർ ഈ വക ഉടായ്പ കൊണ്ട്. നിങ്ങൾ ചർച്ചയ്ക്ക് അല്ല അനിലേട്ടാ, നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞാനും സംസാരിച്ചില്ലല്ലോ. നിങ്ങൾ കേരളത്തിൽ വിലക്കയറ്റത്തിനെ കുറിച്ച്, നിങ്ങൾ കേരളത്തിൽ രാഷ്ട്രീയത്തെ കുറിച്ച്, നിങ്ങൾ കേരളത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ വികസന അജണ്ടയെ കുറിച്ച് നട്ടലുണ്ടെങ്കിൽ ചർച്ച ചെയ്ത് സുരേഷ് ഗോപിയുടെ നേരിടാൻ വാ. നിങ്ങൾ 3 സ്ഥാനാർത്ഥിയെ നിരത്തി നിർത്തിക്കൊണ്ട് സുരേഷ് ഗോപിയുടെയും മറ്റ് സ്ഥാനാർത്ഥികളുടെയും വികസനാത്മകമായ കാഴ്ചപ്പാടിൽ തൃശ്ശൂർ മണ്ഡലത്തിനെ കൈപ്പിടിച്ചുയർത്തുന്ന അപ്പോ അവിടെ നിങ്ങൾ നിങ്ങൾ പരാജയപ്പെടും. നേരത്തെ താങ്കൾ നുണയനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ശ്രീ പ്രേംകുമാർ താങ്കൾക്ക് ഒരു 30 സെക്കൻഡ്. ഇല്ലപ്പാ, ഞാൻ ഉല്ലാസ് ബാബുവിനോട് തർക്കിക്കാനില്ല. കാരണം ആ സമയത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ കൃത്യമായിട്ട് വന്നതും ആ ഹോട്ടലിന്റെ എന്താ പറയാ CCTV ദൃശ്യങ്ങൾ വന്നിട്ടുള്ളതായിരുന്നു. സാധാരണ ശബരിമലയിൽ പോകുന്ന ആളുകൾ ആചരിക്കുന്ന കാര്യമാണ് അച്ഛനോ അമ്മയോ മരിച്ചാൽ 1 വർഷത്തിനിടയിൽ പോവാതിരിക്കുക എന്നുള്ളത്. അതിനി വിശദമായിട്ട് കിളുന്താൻ, പിന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നാണ് കഴിച്ചതെന്ന് അദ്ദേഹം പറയുന്നതിൽ അയാളും ഇദ്ദേഹത്തിന്റെ പാർട്ടി തന്നെയാണല്ലോ. അതായത് ചെമ്പിന്റെ കിരീടം കൊടുത്തിട്ട് സ്വർണ്ണമാണെന്ന് പറയുന്ന സുരേഷ് ഗോപിന്റെ പാർട്ടിക്കാരനാണ് ഉല്ലാസ്. പിന്നെ അതിന് തർക്കിക്കാനൊന്നുമില്ല. ശരി ശരി, അവസാനമായി ഷനിലക്കര താങ്കൾക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ 15 സെക്കൻഡ്. അല്ല, ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാല്, ഈ വിഷയം നമ്മളോട് പറഞ്ഞ വിഷയം, നമ്മൾ ചർച്ച ചെയ്ത വിഷയം വേറെയായിരുന്നു. ഇതാണ് അതുകൊണ്ടാണ് നമ്മൾ വിലക്കയറ്റത്തെ കുറിച്ചും കരിവന്നൂരിലെ ED BJP ബാന്ധവത്തെ കുറിച്ചൊന്നും സംസാരിക്കാറിഞ്ഞിട്ടല്ല. പിന്നെ ലൂർദ് മാതാവിനെ കുറിച്ച് ഉല്ലാസ് ബാബുവിന് അറിയാമെന്ന് പറഞ്ഞു. ഞാൻ ഒരു പാസ്റ്റൽ കൗൺസിൽ അംഗം കൂടിയാണ്, തൃശ്ശൂർ ജില്ലാ പാസ്റ്റൽ കൗൺസിൽ അംഗം കൂടിയാണ്. എന്താണ് ലൂർദ് മാതാവിന്റെ ഐതിഹ്യമെന്ന് ഉല്ലാസ് ബാബുവിന് അറിയൂ? എവിടെയാണ് ലൂർദ് മാതാവിന്റെ പ്രതിഷ്ഠ അല്ലെങ്കിൽ ലൂർദ് മാതാവ് പ്രത്യക്ഷപ്പെട്ടതെന്ന് ഉല്ലാസ് ബാബുവിന് അറിയൂ? അത് ഫ്രാൻസിലാണ്. അശരണനായ രോഗികളുടെ ആലംബ കേന്ദ്രമാണ് ലൂർദ് എന്ന് പറയുന്നത്. അല്ലാതെ ചെമ്പ് കൊടുത്ത് സ്വർണ്ണമാണെന്ന് പറഞ്ഞ് വോട്ട് പിടിക്കാൻ വേണ്ടിയല്ല ലൂർദ് മാതാവ്. Debate with MV Nikesh Kumar.